എല്ലാവർക്കും പാരഡൈസിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ നിങ്ങളിപ്പോൾ കാണുന്നത് ചന്തകുന്നാണ്. നമ്മുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചന്തകുന്ന് സൈഡിൽ തന്നെ സേഫ് ഡോക്ടറിന്റെ ഡെന്റൽ ക്ലിനിക് ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മുടെ ഒരു ജോസഫേന്റെ ടയർ ഷോപ്പ്, അതിനുശേഷം ആസ്റ്റർ ഫാർമസി കാണാം നിങ്ങൾക്ക് കേട്ടോ. അതിനുശേഷമാണ് ഞങ്ങളുടെ കട വരുന്നത്. ഈ ബിൽഡിങ്ങിന്റെ പേര് പടിയത്ത് കോംപ്ലക്സ്. പിന്നെ അവിടുന്ന് പോണത് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റൂട്ടാണ്. കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 മീറ്റർ നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റ് ജോസഫ് കോളേജ് ആണ് റൈറ്റ് സൈഡിലുള്ളത്. നമ്മുടെ കടയുടെ അവിടുന്ന് സെന്റ് ജോസഫ് കോളേജിലേക്ക് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ KFC കാണാൻ പറ്റും. KFC ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഇവിടെ നിന്ന് തന്നെ നമ്മുടെ കടയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു KFC. നേരെ പോണത് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റൂട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. വെൽക്കം അഗെയിൻ ടു പാരഡൈസ് ഒപ്റ്റിക്സ്. എൻ്റെ പേര് ഷെറിൻ ആന്റണി. നമ്മൾ ലെൻസോമീറ്റർ യൂസ് ചെയ്യുന്നത് ലെൻസിന്റെ പവർ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് തീർച്ചയായിട്ടും ഒരു ഓപ്റ്റിക്കൽ ഷോപ്പിൽ വേണ്ടതാണ് ലെൻസോമീറ്റർ. ഇതിന്റെ ഉപയോഗം ഒരു കസ്റ്റമർ ഇപ്പോൾ വരുമ്പോൾ കസ്റ്റമറിൽ വെച്ചിട്ടുള്ള ഫ്രെയിം ഉണ്ടല്ലോ, അതിലുള്ള പവർ നമുക്ക് ഇതിൽ നോക്കി ചെക്ക് ചെയ്യാൻ പറ്റും. ആള് ചിലപ്പോൾ 2 കൊല്ലം 3 കൊല്ലം മുമ്പായിരിക്കും മാറിയത്. ആ പവർ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് കസ്റ്റമർ ഇവിടെ വന്ന് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ പവർ നമ്മൾ ലെൻസ് കമ്പനിക്ക് അയച്ചു. അതിനുശേഷം ലെൻസ് തിരിച്ച് വരുമ്പോൾ ലെൻസ് കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ടെക്നീഷ്യന് ഫ്രെയിമും ലെൻസും കൊടുത്തു വിടുള്ളൂ. ആ കറക്റ്റ് ഫ്രെയിമിന്റെ ഇതിൽ കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് കണ്ടറിയാം. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ലെൻസ് വരുന്നത് ഏതാണ്ട് ഈ ഷേപ്പിലാണ് ലെൻസ് വരുന്നത്. അപ്പോൾ ഒരു ഫ്രെയിമിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മളിവിടെ റീചെക്ക് ചെയ്തിട്ട് കൊടുത്തു വിടും. അതിനുശേഷം ഫ്രെയിം രണ്ടാമതും വരുമ്പോൾ നമ്മൾ ആ ഫ്രെയിം വെച്ച് ചെക്ക് ചെയ്യും. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും പറ്റാം. ടെക്നീഷ്യൻ വർക്ക് ചെയ്യുന്ന ഇടയിൽ വേറെ ലെൻസ് ഈ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്താലും നമ്മുടെ കസ്റ്റമർക്ക് ഇഷ്യൂ ആവും. നമ്മൾ ഒന്നും കൂടിയും റീചെക്ക് ചെയ്തിട്ടാണ് കസ്റ്റമറിനെ വിളിച്ച് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ലെൻസോമീറ്റർ എപ്പോഴും ഒരു ഓപ്റ്റിക്കൽ ഷോപ്പിൽ വേണം. അതുപോലെ തന്നെ ആക്സസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ലെൻസോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രെയിമിൽ നമ്മൾ ഡയനൈറ്റിന്റെ ലെൻസ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതും കൂടി നമ്മൾ കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മെഷീൻ UV LED ലാമ്പ്. ഇത് വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം നമുക്ക് അതിന്റെ കളർ മാറുന്നത്. ഇപ്പോൾ കണ്ട കറക്റ്റ് ഡയനൈറ്റ് പോലെയായി. അപ്പൊ ഇതും നമുക്ക് ഒരു ഓപ്റ്റിക്കൽ ഷോപ്പിൽ ഉണ്ടാവേണ്ടത് നല്ലതാണ്. ഓട്ടോ റിഫ്രാക്റ്റോ മീറ്റർ ഇവിടെ ഓപ്റ്റിക്കൽ ഷോപ്പിൽ മസ്റ്റായിട്ട് വേണം. നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ചെക്കപ്പ്. ഇപ്പൊ ചില ആൾക്കാർ പറയും നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകണവരുണ്ട്. അവർക്കൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമ്മുടെ എവിടെയും ഈ മെഷീൻ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ചിലർ ഡോക്ടറിന്റെ അടുത്ത് പോയാൽ മാത്രമാണ് അത് കറക്റ്റ് ആവുള്ളൂ എന്നുണ്ട്. പക്ഷെ നമ്മുടെ അവിടെയും നമ്മുടെ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ആയിട്ടുള്ള ടോപ്കോൺ RM800 ആണ് നല്ല ക്വാളിറ്റി. അതുപോലെ തന്നെ ചെയർ യൂണിറ്റും ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ചെയറിന്റെ ഹൈറ്റ് നമുക്ക് ലെവൽ കറക്റ്റ് ആക്കാൻ പറ്റും. അത് ഈ മെഷീനിലും ഇതുകൊണ്ട് നമുക്ക് ഹൈറ്റ് ശരിയാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ കാണുന്നത് വിഷൻ ചെക്ക് ചെയ്യാനുള്ള ചാർട്ടാണ്. നമുക്ക് അത് നല്ല LED ഹൈ ക്വാളിറ്റി ഉള്ള LED സ്ക്രീനാണ് കേട്ടോ. ബ്രാൻഡഡും നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള സൺഗ്ലാസ് അവൈലബിൾ ഉണ്ട്. ഇത് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇത് സേഫ്റ്റി ഗ്ലാസ്സുകളാണ്. ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ സേഫ്റ്റി ഗ്ലാസ്സുകൾ വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നൈറ്റ് വിഷൻ ഗ്ലാസ് ഉണ്ട്, പോളറൈസ്ഡ് ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്, അവൈലബിൾ ഉണ്ട്. ഇത് വന്നിട്ട് നൈറ്റ് വിഷനും ഡേ നൈറ്റും കൂടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഉച്ച സമയത്ത് ഇത് കറക്റ്റ് ഒരു ഡാർക്ക് വരും. അതുപോലെ തന്നെ നൈറ്റ് വിഷനും കൂടി യൂസ് ചെയ്യാം. ഇത് നമ്മുടെ മോഹൻലാല് സ്ഫടികത്തിലൊക്കെ വെക്കുന്നതാണ്. നല്ലൊരു റേബാന്റെ ഗ്ലാസ് ആണ്, ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് റോയൽ എൻഫീൽഡിന്റെ പുതിയ മോഡലാണ്. ഇപ്പൊ റോയൽ എൻഫീൽഡ് ഉള്ളവർക്കൊക്കെ ഈ ഗ്ലാസ് വെക്കാം. ഒരു നൈറ്റ് വിഷൻ ഗ്ലാസ് ആണ്. അപ്പൊ നമുക്ക് നൈറ്റില് നല്ല കംഫർട്ടായിരിക്കും. മറ്റു വണ്ടികളുടെ ഈ പറഞ്ഞ പോലെ ലൈറ്റുകളുടെയും അതൊന്നും നമുക്ക് പെട്ടെന്ന് നമുക്ക് റോഡൊക്കെ നല്ല ക്ലിയറിൽ കാണാൻ പറ്റും.
ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഫ്രെയിംസ് ആണ്, നമ്മുടെ ഇവിടെ ഉള്ള ഫ്രെയിംസുകൾ. അത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പല മോഡലുള്ള ഫ്രെയിംസുകൾ ഉണ്ട്. നമുക്ക് ഏകദേശം കോസ്റ്റ് വരുന്നത് 350 തൊട്ട് 4500 റേഞ്ച് വരെയുള്ള ഫ്രെയിംസ് നമ്മുടെ ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ഒരു കട്ടിങ് റൂമായിട്ട് വെച്ചേക്കണത്. ഇപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെയാണ്. ഭാവിയിൽ ഇതുപോലെ ഒരു ടെക്നീഷ്യനും കൂടി ഇരുത്താം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഫ്രെയിംസ് ആണ്. അസ്റ്റേറ്റ് ഏകദേശം റെക്റ്റാങ്കിള് ചെറുതും വലുതും ഉണ്ട് ഇതിൽ കേട്ടോ. നല്ല ക്വാളിറ്റി. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്, അതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വലിയ ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ നല്ല മോഡൽസ് ആണ്, കാണാൻ നല്ല ഭംഗിയുള്ള മോഡൽസ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡും കൂടിയാണ്. ഇപ്പൊ കാണുന്ന മോഡൽസ് നമുക്ക് ലേഡീസിന്റെ കാറ്റ് ടൈപ്പാണ്. ലേറ്റസ്റ്റ് മോഡലാണ് അത് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള അസ്റ്റേറ്റ് ഫ്രെയിംസ് ആണ്. ഈ മോഡലുകൾ ലേഡീസിനും ജെൻസിനും യൂസ് ചെയ്യാം. കൂടുതൽ വന്നിട്ട് യൂത്ത് ആണ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ പോലെ റൗണ്ട് ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അസറ്റേറ്റ് ഷെല്ല് എന്നൊക്കെ പറയും. നല്ല ഫ്രെയിംസ് ആണ്, ക്വാളിറ്റി ഉള്ള ഫ്രെയിംസ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹാഫ് മെറ്റൽ ആയിട്ടുള്ള ഫ്രെയിംസ് ആണ്. ഇത് കോമൺ ആയിട്ട് ലേഡീസും ജെൻസും യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ പ്രത്യേകിച്ച് നോസ് പാഡ് 6 മാസം കൂടുമ്പോൾ മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ നോസ്മൊക്കെ ഒരു മാർക്ക് വരാനുള്ള ഒക്കെ ഒരു ചാൻസ് ഉണ്ട്. ഹാഫ് മെറ്റൽ ഫ്രെയിംസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് കാണുന്നത് ലേഡീസിന്റെ ആണ്. ഇത് ഹാഫ് മെറ്റലും ഉണ്ട്, ഇതില് ഫുൾ മെറ്റലും ഉണ്ട് കേട്ടോ. ലേഡീസിന്റെ ഹാഫ് മെറ്റൽ ഫുൾ മെറ്റൽ ഫ്രെയിംസുകളാണ്. ഇത് വന്നിട്ട് ഫുൾ മെറ്റൽ ഫ്രെയിമാണ്. ഫുൾ മെറ്റൽ, മറ്റേ നമ്മൾ നേരത്തെ കണ്ട ഹാഫ് ആയിരുന്നു. ഇതിപ്പോ ജെൻസിനും ലേഡീസിനും ഒക്കെ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പല വെറൈറ്റി കളർ ഉണ്ട്. ഇത് ഗോൾഡും ടൈറ്റാനും അങ്ങനെ ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഹെക്സഗണും ഉണ്ട്, നമ്മളിൽ റൗണ്ട് ടൈപ്പും ഉണ്ട് ഈ ഫ്രെയിംസ്. ഇത് കൂടുതൽ കോളേജ് സ്റ്റുഡൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഫ്രെയിംലെസ് ആണ്. ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടി കെയർ ആയിട്ട് ഇത് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അതുപോലെ തന്നെ ലെൻസുകൾ വന്നിട്ട് പോളികാർബണേറ്റ് എന്ന് പറഞ്ഞ ലെൻസാണ്. അതാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിലത്തൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെൻസുമ്മിലേക്കായിരിക്കും ഡാമേജ് ഏൽക്കുക. അത് പെട്ടെന്ന് ക്രാക്ക് ആവാൻ ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് പോളികാർബണേറ്റ് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര നമുക്ക് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കര തിന്നായിരിക്കും, വെയ്റ്റ്ലെസ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഇത് നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഫ്രെയിംസ് ആണ്. പെട്ടെന്ന് അങ്ങനെ ഡാമേജ് ഒന്നും ആവില്ല. അത്ര ബലമൊക്കെ പിടിച്ചാലാണ് ഡാമേജ് വരുള്ളൂ. അപ്പോൾ ഒരു കസ്റ്റമർ ഇവിടെ വന്ന് ഫ്രെയിം എടുക്കുമ്പോൾ അതിന് തന്നെ ഫ്രെയിം സെലക്ട് ചെയ്യണം, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതുപോലെ തന്നെ ലെൻസ് ഒപ്റ്റിക്കൽ ഷോപ്പുകളിൽ നിങ്ങൾ പോയിട്ട് ഒപ്റ്റോമെട്രിസ്റ്റായിട്ട് കൺസൾട്ട് ചെയ്ത് ഏതാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ജോബായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ലെൻസ് നിങ്ങൾ എടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഒപ്റ്റിക്കൽ ഷോപ്പിൽ ഒരുപാട് പരിപാടി ഉണ്ട്. ആദ്യം തന്നെ കറക്റ്റ് പവർ എടുത്ത ശേഷം അത് ഓർഡർ ചെയ്യണം. ചില ലെൻസ് കമ്പനികളിലാണെങ്കിൽ പിറ്റേ ദിവസം വരും, ചിലത് 3 to 4 days എടുക്കും. അതുപോലെ തന്നെ കസ്റ്റമറിനൊരു ധാരണ വേണം. നമ്മളൊരു ഫ്രെയിം എടുക്കാൻ പോകുമ്പോൾ അതിന്റെ ക്വാളിറ്റി അതുപോലെ ലെൻസ് നമുക്ക് ഒന്നില്ലെങ്കിൽ 2 to 3 years ഒക്കെ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓരോ ഒപ്റ്റിക്കൽ ഷോപ്പിൽ ചോദിക്കുക. ഞങ്ങളുടെ നമ്പർ ഓൾറെഡി യൂട്യൂബിന്റെ പ്രൊഫൈലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയ ടൈമിൽ ഞങ്ങൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ആധികാരികമായിട്ട് ലെൻസിനെ പറ്റി പറയുന്നതായിരിക്കും. ചില കസ്റ്റമേഴ്സ് ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ഗൾഫ് മേഖലയിലേക്ക് പോണവരാണെങ്കിൽ ഒരാഴ്ച മുമ്പാണ് വരിക. അവർ ഓടി വന്ന് ഇവിടെ പെട്ടെന്ന് ഞങ്ങളോട് ഓർഡർ ചെയ്യാൻ പറയും.
അങ്ങനെ ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് അവർ ഫിക്സ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരാനുള്ള ഒരു പെട്ടെന്ന് സ്പീഡപ്പിൽ ചെയ്യണം. അതുപോലെ തന്നെ വന്ന ശേഷം ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചയക്കണം. കോട്ടിങ്ങിന് ഇഷ്യൂ ഉണ്ടാവാം, ചിലവർക്ക് വെച്ച് കഴിഞ്ഞിട്ട് സൈഡ് ചെരിഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം. നമ്മളിവിടെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒപ്റ്റോമെട്രിസ്റ്റ് ഉണ്ട്. പിന്നെ എന്നെ വീഡിയോ സഹായിച്ചത് ഈ ഒപ്റ്റോമെട്രിസ്റ്റും കൂടിയാണ്. അപ്പോൾ വളരെ താങ്ക് യു പറയുന്നു. കടയിൽ വിസിറ്റ് ചെയ്യുക, ഞങ്ങൾ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലെൻസിലും ഫ്രെയിംസിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വൺസ് അഗെയിൻ.